ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പർപ്പിൾ ക്യാബേജ് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു തോരനാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോൻ്റെ ഒരു പർപ്പിൾ ക്യാബേജ് എടുത്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത്. ഇനി ഇത് നമുക്ക് അതിൻ്റെ ഓരോ ലെയറും ഇങ്ങനെ അടർത്തിയെടുക്കണം. ഈ ഓരോ ലെയറിൻ്റെ ഉള്ളിലായിട്ട് ചെറിയ പ്രാണികളും അല്ലെങ്കിൽ പുഴുക്കളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ലെയേഴ്സ് സെപ്പറേറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ അടർത്തിയെടുക്കാനായിട്ട് എളുപ്പം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് കേട്ടോ. ഇങ്ങനെ നടുവൊന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിന് തന്നെ ഓരോ ലെയേഴ്സും അടർത്തി എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ക്യാബേജ് മുഴുവൻ അടർത്തി വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു 5-6 ലെയേഴ്സ് ഒരുമിച്ചെടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ക്യാബേജ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ക്യാബേജ് മുഴുവനും ഇതുപോലെ അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഉപ്പ്. നമ്മൾ സാധാരണ കുടപ്പനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കില്ലേ, അതേപോലെ തന്നെ ഈ ഒരു ക്യാബേജ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇങ്ങനെ കൈ വെച്ച് കൂട്ടി തിരുമ്മി ഒരു 5 മിനിറ്റ് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്യാബേജിൻ്റെ ആ ഒരു മണമൊന്നും കൂടുതലുണ്ടാവില്ല. അതിനുശേഷം ഒരു 5 പച്ചമുളക്, 3 വെളുത്തുള്ളി, ഒരു 10 ചുവന്നുള്ളി, ഇത്രയും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചതച്ചെടുക്കാൻ കല്ലില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെറിയ ഗ്രൈൻഡറിൽ ഇട്ട് കൊടുത്തിട്ട് വിപ്പ് എന്നുള്ള ഓപ്ഷൻ 2 പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കതിങ്ങനെ ചതഞ്ഞ പോലെ കിട്ടും. അങ്ങനെ നമ്മൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചതച്ചെടുക്കേണ്ടത്. ഇനി അതോടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ചീഞ്ചട്ടി എടുത്ത് ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എല്ലാം നല്ലതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വഴന്ന് വരണം. അങ്ങനെ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ നാളികേരം ഒന്ന് മൂക്കുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നാളികേരം നന്നായി ചൂടായിട്ട് ചെറുതായി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്കതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ക്യാബേജ് അരിഞ്ഞത് മുഴുവൻ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ആ നാളികേരത്തിൻ്റെ മിക്സുമായിട്ട് നമുക്ക് ക്യാബേജ് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ യോജിപ്പിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ ക്യാബേജ് ഒന്ന് കൂട്ടി വെക്കണം. കാരണം നമ്മളിതിലേക്ക് ഇനി വെള്ളം ചേർക്കാതെയാണ് ഈ ഒരു ക്യാബേജ് തോരൻ റെഡിയാക്കി എടുക്കുന്നത്. ക്യാബേജ് തോരനിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് എടുക്കുമ്പോൾ അതിങ്ങനെ ആകെ കുഴഞ്ഞ ഒരു പരുവത്തിലാണ് കിട്ടുക. അപ്പോൾ അതില്ലാതിരിക്കാൻ നമുക്ക് അതിതുപോലെ നന്നായി ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് കുക്കാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ക്യാബേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒത്തിരി നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും മൂടി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തീ വെച്ച് അത് ഒരു 3 മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കുക. അപ്പോൾ അതിങ്ങനെ മൂടി വെച്ചതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് വറ്റിപ്പോകാനാണ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ക്യാബേജ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്യാബേജ് തോരൻ എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.